ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൂതന്മാരെ സ്തുതിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 148 അധ്യായം 2 വാക്യം. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. ദൂതന്മാർ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ എല്ലാ കൽപ്പനകളും നിറവേറ്റുന്നു. അവർ ദൈവമക്കളെയും ശുശ്രൂഷിക്കുന്നു. ദൈവത്തിന്റെ കുടുംബത്തിൽ ആയിരിക്കുക എന്നത് എത്ര മഹത്തരമാണ്. ഒരിക്കൽ ജൂലിയ എന്നു പേരുള്ള ഒരു സഹോദരിക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സാംബിയയിലേക്ക് ഒരു ദൗത്യത്തിന് പോകേണ്ടി വന്നു. അന്ന് അവൾക്ക് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ രാജ്യത്തെ കറുത്തവർഗക്കാരുടെ വഴികൾ അവൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. പ്രദേശത്തെ കടുത്ത ചൂട് അവൾക്ക് താങ്ങാനായില്ല. തന്റെ ശുശ്രൂഷ തുടരാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലായിരുന്നു. അവൾ വളരെ ഏകാന്തത അനുഭവിക്കുകയും തന്റെ വീടിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. രാത്രിയിൽ അവൾ ആശ്വാസമില്ലാതെ കരഞ്ഞു. സഹിക്കാനാവാത്ത സങ്കടത്തിൽ അവർ കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുറങ്ങി. അർദ്ധരാത്രിയിൽ പെട്ടെന്ന് അവളുടെ മുറി മുഴുവൻ പ്രകാശം നിറഞ്ഞതായി അവൾക്ക് തോന്നി. അവൾ കണ്ണു തുറന്നപ്പോൾ ചിറകുകൾ വിടർത്തി ഒരു സൗന്ദര്യമുള്ള ദൂതൻ തന്നെ കാവൽ നിൽക്കുന്നത് അവൾ കണ്ടു. ദൂതന്റെ മുഖം വർണ്ണിക്കാൻ കഴിയാത്ത വിധം ശോഭയുള്ളതും മനോഹരവുമാണ്. അവൻ പ്രകാശം ധരിക്കുന്നത് പോലെയായിരുന്നു. അവന്റെ മുടി ചുരുണ്ടതും വെളുത്തതുമാണ്. അവന്റെ കണ്ണുകൾ കളങ്കമില്ലാത്ത വാത്സല്യത്താൽ തിളങ്ങി. ആ ദൂതനെ കണ്ട നിമിഷം ജൂലിയയുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം നിറഞ്ഞു. കർത്താവ് നിങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്ന എല്ലാ ദൂതന്മാരെയും കാണുന്നതിന് നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുന്നത് എത്ര അനുഗ്രഹപ്രദമായിരിക്കും. ഒരു മുലയൂട്ടുന്ന അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് നിന്നെ സംരക്ഷിക്കാൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. തിരുവെഴുത്തുകൾ വീണ്ടും വീണ്ടും വായിക്കുക. ദൈവത്തിന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അനേകം സന്ദർഭങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവമക്കളെ, കഷ്ടതകളിലും ആവശ്യങ്ങളിലും കർത്താവ് തന്റെ ദൂതന്മാരെ നിങ്ങൾക്കായി അയക്കും. അവർ വേഗത്തിൽ കർത്താവിന്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, തളർത്തിരിക്കുന്ന ആത്മാവിന് തണുത്ത വെള്ളം പോലെ ദൂരദേശത്തു നിന്നുള്ള സുവാർത്ത എന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 25 അധ്യായം 25 വാക്യത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ ദൈവദൂതന്മാരുടെ സുവാർത്ത നിങ്ങളുടെ ക്ഷീണിച്ച ആത്മാക്കൾക്ക് ആശ്വാസം നൽകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സെഖര്യാവ് 1 അധ്യായം 13 വാക്യം. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 137, 138, 139 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 13 അധ്യായം. ആമേൻ.